Good morning students. Welcome to Malayalam class standard 2. നമ്മൾ ഇന്ന് റിവിഷൻ ലെസണുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാം ഈ ടേമിലുള്ളതെല്ലാം പഠിച്ചു തീർന്നു. നമുക്ക് കഴിഞ്ഞ ടേമിലുള്ള ഒരു പാഠം കൂടെ ഈ ടേമിൽ പഠിക്കാനുണ്ട്. ആടും പട്ടിയും എന്ന പാഠം നമുക്ക് ഈ ടേമിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ലെസണിലെയും കൂടെ പിരിച്ചെഴുതുക എന്നുള്ളത് ചേർത്ത് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിലേക്ക് പിരിച്ചെഴുതുക. അരുമയായ, അപ്പോൾ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പറഞ്ഞ് അരുമയായ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? അരുമയായ, അരുമ പ്ലസ് ആയ, അരുമയായ. ഓക്കെ, അടുത്തല്ലേ ഇത് പിരിച്ച് പറഞ്ഞേ. ആദ്യം നമ്മൾ പിരിച്ച് പറഞ്ഞു നോക്കണം, അതിനുശേഷമാണ് നമ്മൾ പിരിച്ച് എഴുതേണ്ടത്. അടുത്തല്ലേ, അപ്പൊ നമ്മൾ പിരിച്ചെഴുതുമ്പോ എങ്ങനെയായിരിക്കും? അടുത്ത്, അടുത്ത് പ്ലസ് അല്ലേ. ഇല്ലെങ്കിൽ പിരിച്ച് പറഞ്ഞ ആദ്യം ഇല്ല പ്ലസ് എങ്കിൽ, ഇല്ലെങ്കിൽ. തിരുവോണം, തിരു പ്ലസ് ഓണം. അടുത്ത കേരളക്കര, കേരളക്കര പിരിച്ചെടുക്കുമ്പോ എങ്ങനെയാ? കേരള പ്ലസ് കര. ഓക്കെ, അടുത്ത ഭാഗം കൂടെ നോക്കാം. ഓക്കെ, ഇനി ബാക്കി നോക്കിയേ. സംശയമില്ല, സംശയമില്ല തിരിച്ച് പറഞ്ഞേ. സംശയം, സംശയം പ്ലസ് ഇല്ല. അടുത്ത ശക്തിയും എടുത്ത് തിരിച്ചാലും പറഞ്ഞേ. ശക്തിയും പ്ലസ് എടുത്ത്. അടുത്ത വയ്ക്കാം വിളവൊരു, തിരിച്ച് പറയുമ്പോ എങ്ങനെയാ? വിളവ് പ്ലസ് ഒരു. വളമില്ലാത്ത, അത് പിരിച്ച് പറഞ്ഞേ. വളം പ്ലസ് ഇല്ലാത്ത. അടുത്ത നല്ലൊരു, നല്ല പ്ലസ് ഒരു. അടുത്ത മാങ്ങയുടെ, അത് പിരിച്ച് പറയുമ്പോ എങ്ങനെയാ? മാങ്ങ പ്ലസ് ഉടെ. ഒറ്റച്ചാട്ടം, അതെങ്ങനെയാ? ഒറ്റ പ്ലസ് ചാട്ടം. ഓടിക്കളിക്കുക, ഓടി പ്ലസ് കളിക്കുക. മനസ്സിലാക്കുക, മനസ്സിൽ പ്ലസ് ആക്കുക. നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് തരാം, ബാക്കി നിങ്ങൾ ഹോംവർക്കായിട്ട് എഴുതുക. ഓക്കെ, ഓക്കെ, ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. അതിലൊന്ന്, അതിലൊന്ന് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ്? അതിൽ പ്ലസ് ഒന്ന്. പിന്നെ കറുത്തിരുണ്ടു, എങ്ങനെയാണ് തിരിച്ച് പറഞ്ഞേ? കറുത്ത് പ്ലസ് ഇരുണ്ടു. ചെണ്ടയിൽ, ചെണ്ട പ്ലസ് ഇൽ, ചെണ്ടയിൽ. ഓക്കെ, ഇത് മൂന്നെണ്ണം നിങ്ങൾ ഹോംവർക്കായിട്ട് എഴുതുക. ഓക്കെ, അടുത്തതായിട്ട് ഓക്കെ, നമ്മൾ ഒരുമയുടെ ഉത്സവം എന്ന പാഠത്തിൽ ഓണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളണം. പിന്നെ അതുപോലെ തന്നെ ഓണത്തെക്കുറിച്ചുള്ള വിവരണം വായിച്ചല്ലോ. ക്രിസ്മസിനെയും ബലിപ്പെരുന്നാളിനെയും കുറിച്ച് വിവരിക്കുക എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. അപ്പോൾ ക്രിസ്മസിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലേ, എന്താണ് ക്രിസ്മസ് എന്ന് പറയുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ്, ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന ദിവസമാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അത് എന്നാണ്? ഡിസംബർ 25-നാണ് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നത്, അല്ലേ? ക്രിസ്തീയ കലണ്ടർ പ്രകാരമുള്ള ഒരു പുണ്യദിനമാണ് ക്രിസ്മസ്. ക്രിസ്മസിൽ നമ്മൾ സ്റ്റാർ ഇടും, അതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്യും, അതുപോലെ സാന്താക്ലോസ് നമ്മൾക്ക് സമ്മാനങ്ങളൊക്കെ തരും. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ബലിപ്പെരുന്നാളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? എന്താണ് ഈ ബലിപ്പെരുന്നാൾ?
ഈ ബലിപ്പെരുന്നാളെന്ന് പറഞ്ഞാൽ വലിയ പെരുന്നാളിനെയാണ് പറയുന്നത്. അതായത് ലോക മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ ആദ്യത്തെ പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ പ്രീതിക്കായി ബലി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ബലിപ്പെരുന്നാളെന്ന് പറയുന്നത്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മഹത്വം വിളിച്ചോതുന്ന ആഘോഷമാണ് ബക്രീദ് അല്ലെങ്കിൽ ബലിപ്പെരുന്നാള്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് പുത്രൻ പിറന്നത്. പുത്രൻ്റെ പേര് എന്തായിരുന്നു? ഇസ്മായിൽ എന്നായിരുന്നു. ഒരിക്കൽ അള്ളാഹു സ്വപ്നത്തിൽ വന്ന് നിനക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്താണോ അത് ത്യജിക്കുവാൻ ഇബ്രാഹിമിനോട് പറഞ്ഞു. ദൈവകൽപ്പന അനുസരിച്ച് തൻ്റെ പ്രിയപുത്രനെ ബലി കൊടുക്കാൻ ഇബ്രാഹിം തീരുമാനിച്ചു. ഇക്കാര്യം അറിഞ്ഞ മകനും എതിർവാക്ക് പറഞ്ഞില്ല. എന്നാൽ പരീക്ഷണത്തിൽ ഇബ്രാഹിമിൻ്റെ ഭക്തിയിൽ അള്ളാഹു സംപ്രീതനായി. ബലി നൽകുന്ന സമയത്ത് ദൈവദൂതൻ എത്തുകയും ഇസ്മായിലിനെ മാറ്റി ആടിനെ വെക്കുകയും ചെയ്തു. ഈ ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാളായി ആചരിക്കുന്നത്. ദൈവപ്രീതിക്കായി മനുഷ്യനെ ബലി നൽകരുത് എന്ന സന്ദേശം കൂടിയാണ് ഈ ബലിപ്പെരുന്നാൾ നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നിങ്ങളിതെല്ലാം എഴുതണ്ട. എന്താണ് ബലിപ്പെരുന്നാളിനെ കുറിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? മുസ്ലിങ്ങളുടെ ഒരു വലിയൊരു ആഘോഷമാണ് ബലിപ്പെരുന്നാൾ. പിന്നെ നിങ്ങൾ 1-2 സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി ബലിപ്പെരുന്നാളിനെ കുറിച്ച്. ഓക്കെ, ഓണാശംസകൾ നേർന്നുകൊണ്ട് ചെങ്ങാതിക്ക് കത്തെഴുതാനായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. കത്തെഴുതാനായിട്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത റിവിഷനുമായി എത്താം.